ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. ശബരിമലയിൽ 86 കോടി രൂപയുടെ വരുമാന വർധനവ് ഉണ്ടായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജ് ന്യൂസിലേക്ക് സ്വാഗതം. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ചു. 70 മണ്ഡലങ്ങളിൽ ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ ഫെബ്രുവരി 8 നടക്കും. ആകെ 13,033 ബൂത്തുകളിലായി 1,55,00,000 വോട്ടർമാരാണ് ഡൽഹിയിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിയവർ അണിനിരന്ന തീവ്ര പ്രചരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. തുടർച്ചയായി 3ാം വട്ടവും അധികാരത്തിലേറാൻ ശ്രമിക്കുകയാണ് AAP. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് 86 കോടി രൂപയുടെ വരുമാന വർധനവ് ഉണ്ടായതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 147 കോടി രൂപ ഈ മണ്ഡല മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് ചിലവായി. ഇത്തവണ മൊത്തം വരവ് 440 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം 354 കോടി രൂപയായിരുന്നു. ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് സീസൺ 100% വിജയമെന്നും സുഖകരമായി എല്ലാവർക്കും ദർശനം ഉറപ്പാക്കാൻ കഴിഞ്ഞുവെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കാൻ ബോർഡ് തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വിവാദ പരാമർശം രാജ്യസഭയിൽ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P. സന്തോഷ് കുമാർ MP നോട്ടീസ് നൽകി. ഗോത്ര വിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ ഉന്നത കുലജാതൻ ആദിവാസി ക്ഷേമ മന്ത്രിയാകണമെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. ട്രൈബൽ വകുപ്പിന്റെ മന്ത്രിയാകണമെന്നത് ഉന്നത കുലജാതനായ തന്റെ ആഗ്രഹമായിരുന്നു. അക്കാര്യം മോദിയോട് പറഞ്ഞിരുന്നുവെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നല്ല ആശയമാണെന്നും എന്നാൽ അത് പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ചൈനീസ് കടന്നുകയറ്റത്തിന് കാരണം മേക്ക് ഇൻ ഇന്ത്യയുടെ പരാജയമാണ്. ചൈന ഇന്ത്യയുടെ 4000 കിലോമീറ്റർ ഭൂമി കടന്നുകയറിയെന്ന റിപ്പോർട്ടുകൾ നിഷേധിച്ച പ്രധാനമന്ത്രിയെ സേന തള്ളിയെന്നും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നുമാണ് അറിയിപ്പ്. അംഗനവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ച കോഴിയും വേണമെന്ന ആവശ്യവുമായി എത്തിയ കുഞ്ഞിന്റെ വീഡിയോയിൽ ഇടപെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ശംഖുവിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അംഗനവാടിയുടെ ഭക്ഷണ മെനു പരിഷ്കരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കോൺഗ്രസിലും BJPയിലും ഈഴവർക്ക് അവഗണനയാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും അവഗണിക്കപ്പെടുന്ന ജനസമൂഹം ഈഴവരാണെന്നും അദ്ദേഹം പറഞ്ഞു. SNDP യോഗത്തിന്റെ മുഖപത്രമായ യോഗനാഥത്തിലെ ഈഴവർ വെറും കറിവേപ്പിലയും എന്ന എഡിറ്റോറിയലാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശം. NDAയുടെ വളർച്ചയും UDFന്റെ തളർച്ചയും കാണുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF തന്നെ അധികാരത്തിലെത്താനാണ് സാധ്യതയെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. പടലപ്പിണക്കം രൂക്ഷമായ കർണാടക കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്നും BR പാട്ടീൽ MLA രാജിവെച്ചു. ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് രാജിക്കത്ത് കൈമാറിയത്. കാരണം വ്യക്തമാക്കിയിട്ടില്ല. വ്യവസായിയും മുൻ MLAയുമായ ഡോക്ടർ A. യൂനുസ് കുഞ്ഞിന്റെ സ്മരണയ്ക്കായി ഫാത്തിമ മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റും കൊല്ലം പ്രസ് ക്ലബും സംയുക്തമായി ഏർപ്പെടുത്തിയ അവാർഡിന് ജനയുഗം ഇടുക്കി ബ്യൂറോ ചീഫ് R. സാംവൻ അർഹനായി. 25,000 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പനാമ കനാലിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വളരെ ശക്തമായ എന്തെങ്കിലും ഉടൻ സംഭവിക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന നിർണായക ജലപാത ചൈനയ്ക്ക് നൽകിയിട്ടില്ലെന്നും കരാർ ലംഘനമാണ് നടന്നതെന്നും ട്രംപ് പറഞ്ഞു.
ജനയുഗ ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.